ആർടെമിസ് 2 10 ദിവസത്തെ ഈ അവിസ്മരണീയമായ യാത്രയ്ക്ക് ശേഷം 2026 ഏപ്രിൽ 10-ന് സാന്റിയേഗോ തീരത്ത് പസഫിക് സമുദ്രത്തിലേക്ക് ഇന്റഗ്രിറ്റി എന്ന പേടകം പതിയെ ആഴ്ന്നിറങ്ങും. പടുകൂറ്റൻ പാരച്യൂട്ടുകളുടെ അകമ്പടിയോടെ ആ പേടകം മടങ്ങിയെത്തുമ്പോൾ അത് ലക്ഷക്കണക്കിന് മൈലുകൾ താണ്ടിയ വിജയത്തിന്റെ കഥയാകും വിളിച്ചു പറയുന്നത്. അവിടെ കടൽപ്പരപ്പിൽ അവരെ സ്വീകരിക്കാൻ USS ജോൺ പി മൂർത്ത എന്ന കപ്പലും നാവികസേനയുടെ പ്രത്യേക സംഘവും തയ്യാറായി നിൽക്കുന്നുണ്ടാകും. അവിടെ നിന്ന് യാത്രികരെ സുരക്ഷിതമായി കപ്പലിലേക്ക് മാറ്റുന്നതോടെ അരനൂറ്റാണ്ടിന് ശേഷമുള്ള ആ ചരിത്ര പ്രയാണം പൂർണ്ണമാകും. ഈ ചരിത്ര നിമിഷം നമുക്ക് തത്സമയം കാണാം. നാസ പ്ലസ്, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ആപ്പിൾ TV തുടങ്ങി ലോകത്തെ പ്രമുഖ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഏപ്രിൽ 10 വൈകിട്ട് 6:30 മുതൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. മനുഷ്യരാശിയുടെ ഈ മഹാവിജയത്തിന് സാക്ഷികളാകാൻ നിങ്ങളും തയ്യാറല്ലേ? ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രപഞ്ചത്തിന്റെ ഈ അനന്തതയിൽ നമ്മൾ എത്ര ചെറുതാണെന്ന്? എന്നിട്ടും നമ്മൾ ഈ അതിരുകൾ ഭേദിക്കാൻ ശ്രമിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചാലും നമ്മുടെ ഏക സുരക്ഷിത താവളം ഈ മനോഹരമായ ഭൂമി തന്നെയാണെന്ന് യാത്രികർ തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണിത്. ഞങ്ങൾ ഭൂമിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് ക്രിസ്റ്റീന കോച്ച് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ജിജ്ഞാസയ്ക്ക് അതിരുകളില്ലെന്ന് ഈ ദൗത്യം വീണ്ടും തെളിയിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ചന്ദ്രന്റെ മറുപുറത്ത് ആ ധീരരായ മനുഷ്യർ കണ്ട കാഴ്ചകൾ മനുഷ്യരാശിയുടെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം മാത്രമാണ്. ആർടെമിസ് 2 ഒരു പരീക്ഷണമാണ്. അവർ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലായിരിക്കാം, പക്ഷേ ആർടെമിസ് 3-ൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താനുള്ള വഴിയൊരുക്കുന്നത് ഇവരുടെ ഈ 10 ദിവസത്തെ പരീക്ഷണങ്ങളാണ്. ഓരോ മനുഷ്യനും അഭിമാനത്തോടെ നോക്കി നിൽക്കേണ്ട ഒരു നിമിഷമാണിത്. കാരണം അറിവിന്റെ യാത്രയിൽ നമ്മളും അവരോടൊപ്പമുണ്ട്.